ഹലോ കൂട്ടുകാരെ, 9ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് ദയ. MD വാസുദേവൻ നായർ ദയ എന്ന ചലച്ചിത്രത്തിന് വേണ്ടി തയ്യാറാക്കിയ തിരക്കഥാഭാഗമാണ് നമുക്ക് പഠിക്കാനായി തന്നിരിക്കുന്നത്. തിരക്കഥ എന്നത് സിനിമയുടെ സാഹിത്യ രൂപമാണ്. 1001 രാവുകൾ എന്ന അറേബ്യൻ കഥാസമാഹാരത്തിലാണ് ദയ എന്ന പെൺകുട്ടിയുടെ കഥ പറയുന്നത്. ഈ കഥയെ ആസ്പദമാക്കി MD വാസുദേവൻ നായർ ഒരു നോവൽ രചിക്കുകയും പിന്നീട് ഈ നോവൽ സിനിമയായി മാറുകയും ചെയ്തു. സിനിമയുടെ പേരാണ് ദയ. നമുക്ക് MD വാസുദേവൻ നായരെ ഒന്ന് പരിചയപ്പെട്ടാലോ? MD വാസുദേവൻ നായർ നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തൻ. ഇദ്ദേഹത്തിന് പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, ജേഴ്സി ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, കേരള നിയമസഭാ പുരസ്കാരം, പത്മവിഭൂഷൺ അത് മരണാനന്തര ബഹുമതിയായിട്ടാണ് മുതലായ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. രക്തം പുരണ്ട മൺതരികളാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരം. വളർത്തുമൃഗങ്ങൾ, പാതിരാവും പകൽ വെളിച്ചവും, നാലുകെട്ട്, അസുരവിത്ത്, മഞ്ഞ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഭാഗം നോക്കാം. ബുദ്ധിവൈഭവത്തിൽ ആരെയും വെല്ലുന്ന സുമൃദീനെ എല്ലാവരും ദയ എന്ന് വിളിച്ചു. ബാഗ്ദാദിലെ സമ്പന്ന യുവാവായിരുന്ന മൻസൂറിന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അവൾ. പിതാവിന്റെ മരണശേഷം സ്വത്തുക്കളെല്ലാം കളഞ്ഞുകുളിച്ച മൻസൂറിനെ എല്ലാവരും ഉപേക്ഷിക്കുന്നു. അയാളെ രക്ഷിക്കുവാൻ ദയ തീരുമാനിക്കുന്നു. മൻസൂറിന് കച്ചവടം തുടങ്ങാനായി സ്വയം അടിമയാകാൻ ദയ തയ്യാറാകുന്നു. തന്നെ വിൽക്കുവാൻ ദയ മൻസൂറിനോട് നിർദ്ദേശിക്കുന്നു. ചന്തയിലെത്തുന്ന ദയയെയും മൻസൂറിനെയും രാജഭടന്മാർ കാണുകയും രാജസമക്ഷത്തെത്തിക്കുകയും ചെയ്യുന്നു. അവളുടെ അറിവും ബുദ്ധിവൈഭവവും പരീക്ഷിക്കപ്പെടുന്നു. പണ്ഡിതന്മാരുടെ ചോദ്യങ്ങൾക്ക് പതറാതെ ഉത്തരം നൽകിയ ദയ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ബുദ്ധിപരീക്ഷണങ്ങളിൽ വിജയിച്ച് സമ്മാനങ്ങളുമായി മടങ്ങിയ ദയയുടെയും മൻസൂറിന്റെയും ജീവിതം പിന്നീട് അത്ഭുതകരമായി വഴിമാറുകയായിരുന്നു. പിന്നീട് ദയയെ കുറച്ചു കൂട്ടർ തട്ടിക്കൊണ്ടുപോവുകയും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന ദയ ആൺവേഷത്തിൽ പുതിയൊരു സ്ഥലത്ത് എത്തുകയും ചെയ്യുന്നു. ആ പുതിയ സ്ഥലത്ത് എത്തുമ്പോഴുള്ള കാര്യമാണ് നമ്മുടെ പാഠഭാഗത്ത് പഠിക്കാനായി തന്നിരിക്കുന്നത്. ദയയുടെ വേഷം സിനിമയിൽ ചെയ്തത് മഞ്ജു വാര്യരാണ്. സീൻ 59 നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്ന ആദ്യത്തെ സീൻ. ഈ സമയത്ത് ദയ പുതിയൊരു രാജ്യത്ത് എത്തിച്ചേരുന്നു. ആൺവേഷത്തിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ കുറച്ച് ആളുകൾ സംസാരിക്കുന്നത് കേൾക്കാം. അവരെന്തോ ഒരു പരീക്ഷയെ പറ്റിയാണ് പറയുന്നത്. അത് ആ രാജ്യത്തിലെ മന്ത്രിയാകാനുള്ള പരീക്ഷയാണ് എന്ന് ദയ കേൾക്കുന്നു. ദയ പരീക്ഷയെപ്പറ്റി അന്വേഷിക്കുന്നു. 7 ദിവസമായി പരീക്ഷ നടക്കുന്നു എങ്കിലും പറ്റിയ ഒരാളെ ഇതുവരെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. കാരണം പാണ്ഡിത്യമുള്ളവർക്ക് ആയുധവിദ്യ അറിയില്ല, ആയുധവിദ്യ അറിയാവുന്നവർക്ക് പാണ്ഡിത്യവും ഉണ്ടാവില്ല. ഇതൊക്കെ അറിയുന്ന ദയയ്ക്ക് ആ മത്സരത്തിലൊന്ന് പങ്കെടുക്കണമെന്ന് തോന്നുന്നു. സീൻ 60 രാജാവിന്റെ സഭാമണ്ഡപമാണ് കാണിക്കുന്നത്. അവിടെ രാജാവിനോട് ഒരാൾ പരാതി പറയുകയാണ് പരീക്ഷയുടെ നിയമങ്ങളൊക്കെ അല്പം കഠിനമാണെന്ന്. എന്നാൽ രാജാവ് പറയുന്നത് കഠിനമാകണം എങ്കിൽ മാത്രമേ ഏറ്റവും മികച്ച മന്ത്രിയെ തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ്. ലളിതമായ നിയമങ്ങൾ വെച്ചാൽ ആളുകൾ ഏതെങ്കിലും വഴിയിലൂടെ കള്ളത്തരം കാണിച്ച് ആ സ്ഥാനത്തേക്ക് എത്തും. അതുകൊണ്ടാണ് രാജാവ് ഇത്രയും കഠിനമായ നിയമങ്ങൾ വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇങ്ങനത്തെ നിയമങ്ങൾ വെച്ചാൽ ഇനി ആരും വരാതിരിക്കുമോ എന്നുള്ള സംശയവും കൂടെയുള്ളവർ പ്രകടിപ്പിക്കുന്നു. ആ സമയത്താണ് ദയ അവിടേക്ക് എത്തുന്നത്. ദയയുടെ മുഖത്തെ സ്ഥൈര്യവും ദൃഢനിശ്ചയവും രാജാവിന് പുതിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ദയ അഭ്യാസ പരീക്ഷയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണെന്ന് അറിയിക്കുന്നു. അഭ്യാസ പരീക്ഷകൾ അപകടമേറിയതാണ് എന്നൊരു നിർദ്ദേശം രാജാവ് നൽകുന്നുണ്ട്. എങ്കിലും ദയ ആ പരീക്ഷയിൽ പങ്കെടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. രാജാവും ദയയെ അതിനനുവദിക്കുന്നു. 61ാമത്തെ സീനിൽ ദയ അഭ്യാസ പരീക്ഷകളിൽ പങ്കെടുക്കുന്നതാണ് കാണിക്കുന്നത്. ആദ്യമായി ഒരു പലകയിലേക്ക് അമ്പുകൾ അയക്കുകയാണ്. അതിൽ 5-ൽ 5 അമ്പുകളും ദയ ലക്ഷ്യസ്ഥാനത്ത് തന്നെ കൊള്ളിക്കുന്നു. അടുത്തതായി വാൾപ്പയറ്റാണ് നടത്തേണ്ടത്. അതിലും ദയ ജയിക്കുന്നു. 3ാമത്തെ ഘട്ടത്തിൽ വിരളി പിടിച്ച ഒരു കുതിരയുടെ പുറത്ത് കയറി ഒരു റൗണ്ട് സഞ്ചരിക്കണമെന്നുള്ളതാണ് നിയമം. അപ്പോൾ ഈ പറയുന്ന കുതിര കാരണം ഒരുപാട് പേർക്ക് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സേനാപതി അത് പറഞ്ഞ ദയയെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ദയ പിന്തിരിയാതെ മത്സരത്തിൽ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. ദയ കുതിരയെ ഒന്ന് സമാധാനിപ്പിച്ചുകൊണ്ട് അതിനോട് തന്റെ അവസ്ഥ പറയുന്നു. സമാധാനത്തോടെയുള്ള ഈ സംസാരം കേട്ട് കുതിരയും അല്പമൊന്ന് അടങ്ങുന്നു. ആ സമയത്ത് ദയ ധൈര്യമായി കുതിരപ്പുറത്ത് കയറി ഒരു വട്ടം സഞ്ചരിക്കുന്നു. അങ്ങനെ ദയ ആ പരീക്ഷയും ജയിക്കുന്നു. 62 അടുത്ത പരീക്ഷയാണ്. അടുത്ത പരീക്ഷ രാജാവിനൊപ്പം ചതുരംഗം കളിച്ച് ജയിക്കുക എന്നുള്ളതാണ്. ദയ രാജാവിനൊപ്പം ചതുരംഗം കളിക്കുന്നു.
അപ്പോൾ ദയ ഒരു കരു വെക്കുന്നു. ആ കരു അനുസരിച്ച് ദയയാണ് ആ കളിയിൽ ജയിക്കേണ്ടത്. ഇത് കണ്ട രാജാവ് അസ്വസ്ഥനാകുന്നു. ചുറ്റും നിൽക്കുന്നവരും ദയയെ അത്ഭുതത്തോടെ നോക്കുന്നു. കാരണം രാജാവുമായി ചതുരംഗം കളിച്ചതിൽ എല്ലാവരും 17 നീക്കത്തിൽ കൂടുതൽ പോയിട്ടില്ല. എന്നാൽ ദയ ഇത് 31ാമത്തെ നീക്കത്തിലെത്തിയിരിക്കുന്നു. ആ നീക്കത്തോടുകൂടി ദയ ജയിക്കുകയും ചെയ്യാൻ പോവുകയാണ്. എന്നാൽ രാജാവിൻ്റെ മുഖത്തെ അസ്വസ്ഥത മനസ്സിലാക്കി ദയ ആ കരു തിരികെ വയ്ക്കുന്നു. ആ നീക്കത്തിലൂടെ ദയയും രാജാവും സമാസമമായി കളി അവസാനിക്കുന്നു. രണ്ടുപേരും തോക്കുന്നില്ല. ഇത് കണ്ട രാജാവിൻ്റെ മുഖത്ത് സംതൃപ്തി നിറയുന്നു. അതിനുശേഷം രാജാവ് പറയുന്നു, ഇനി ചോദ്യോത്തരങ്ങളൊന്നുമില്ല. വന്നവരോടെല്ലാം ചോദ്യങ്ങൾ ചോദിച്ച് ഞാൻ മടുത്തിരിക്കുന്നു. അതുകൊണ്ട് ഇതാണ് അവസാനത്തെ പരീക്ഷ. നീ ഈ പരീക്ഷയിൽ ജയിച്ചിരിക്കുന്നുവെന്ന് ദയയോട് പറയുന്നു. എന്നിട്ട് സമാധാനപൂർവ്വം നടന്നുകൊണ്ട് രാജാവ് പറയുന്നു, പണ്ട് പാർമെനിദേസ് പറഞ്ഞതായിരിക്കാം ശരിയെന്ന്. ഇത് കേട്ട ദയ അതെ എന്ന് സമ്മതിക്കുമ്പോൾ ഉടനെ രാജാവിൻ്റെ മുഖഭാവം മാറി ദേഷ്യപ്പെടുന്നു. എന്ത് അതെ എന്നാണ് നീ പറയുന്നത്? ആരാണ് പാർമെനിദേസ് എന്ന് നിനക്കറിയാമോ എന്നും രാജാവ് പറഞ്ഞതുകൊണ്ട് മാത്രം നീ അത് സമ്മതിച്ചു തന്നതല്ലേ എന്നും ചോദിക്കുന്നു. എന്നാൽ ദയ ശാന്തമായി മറുപടി പറയുന്നു, ദയയ്ക്ക് പാർമെനിദേസ് ആരാണ് എന്നറിയാമെന്നും അദ്ദേഹം മഹാനായ ഗ്രീക്ക് ചിന്തകനാണെന്നും അദ്ദേഹം പറഞ്ഞത് മാറ്റങ്ങളെല്ലാം മായയാണ് എന്നും ദയ രാജാവിനോട് പറയുന്നു. ഇത് കേട്ട് രാജാവിന് വളരെയധികം സന്തോഷം തോന്നുന്നു. രാജാവ് ദയയോട് പേര് ചോദിക്കുന്നു. ദയ എന്ന പേര് പറഞ്ഞ് പെട്ടെന്നത് തിരുത്തി സമീർ എന്ന പുരുഷ പേര് ദയ പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേട്ട് രാജാവ് വീണ്ടും ചോദിക്കുന്നു, എന്നെ ആ ചതുരംഗക്കളിയിൽ തോൽപ്പിക്കാമായിരുന്നിട്ടും നീ എന്തുകൊണ്ടാണ് തോൽപ്പിക്കാതിരുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദയ പറയുന്നു, ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും, പക്ഷേ ഒരു കളിയിലെ തോൽവി ഒരിക്കലും അങ്ങ് മറക്കില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന്. ഇത് കേട്ട് രാജാവിന് വളരെയധികം സംതൃപ്തി തോന്നുകയും പരിജനങ്ങളെ വിളിച്ച് ഈ യുവാവിനെ താൻ രാജ്യത്തെ മന്ത്രിയായി അവരോധിക്കുന്ന കാര്യം വിളംബരം നടത്താനും പറയുന്നു. ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം. ആദ്യത്തെ ചോദ്യം നോക്കാം. ദയ താണസ്വരത്തിൽ, ഒരു യുദ്ധത്തിലെ തോൽവി അങ്ങ് മറക്കും, കളിയിലെ തോൽവി കയ്പായി മനസ്സിൽ നിൽക്കുമെന്ന് എനിക്ക് ബോധ്യമായതുകൊണ്ട്. രാജാവുമായുള്ള ഈ സംഭാഷണത്തിൽ നിന്നും ദയ എന്ന കഥാപാത്രത്തെക്കുറിച്ചുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കാനാകുന്നത്? പാഠഭാഗത്തെ മറ്റ് സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് ദയ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. 1001 രാവുകൾ എന്ന അറേബ്യൻ കഥാസമാഹാരത്തിലെ ഒരു കഥയെ ആസ്പദമാക്കി MD വാസുദേവൻ നായർ രചിച്ച നോവലാണ് ദയ എന്ന പെൺകുട്ടി. ഈ നോവലിനെ ആസ്പദമാക്കി തന്നെ രചിച്ച തിരക്കഥയാണ് ദയ. ദയ എന്ന് വിളിപ്പേരുള്ള സുമറുദ്ദീനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. ബാഗ്ദാദിലെ സമ്പന്ന യുവാവായ മൻസൂറിന്റെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു അവൾ. ബുദ്ധിവൈഭവത്തിൽ ആരെയും വെല്ലാനുള്ള കഴിവ് ദയയ്ക്കുണ്ടായിരുന്നു. മൻസൂറിന്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടിട്ടും അയാളോടൊപ്പം നിൽക്കുകയും അയാൾക്ക് വേണ്ടി സ്വയം അടിമയാകാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ദയ വളരെ ആത്മാർത്ഥതയുള്ള ജോലിക്കാരിയാണ് എന്ന് തെളിയിക്കുന്നു. പിന്നീട് പല പ്രശ്നങ്ങൾക്കും ശേഷം മറ്റൊരു രാജ്യത്ത് എത്തിച്ചേർന്ന ദയ അവിടെ മന്ത്രിയാകാനുള്ള പരീക്ഷയിൽ ഏർപ്പെടുന്നു. പുരുഷവേഷത്തിലാണ് ദയ മത്സരങ്ങളിൽ ഏർപ്പെടുന്നത്. പലരും പരാജയപ്പെട്ടു പോയ പരീക്ഷകളൊക്കെയും ദയ ജയിക്കുന്നു. അങ്ങേയറ്റം ബുദ്ധിയും ലക്ഷ്യത്തെക്കുറിച്ചുള്ള ധാരണയുമുള്ള പെൺകുട്ടിയാണ് ദയ. രാജാവുമൊത്തുള്ള ചതുരംഗക്കളിയിൽ നമുക്കത് മനസ്സിലാകും. ദയയ്ക്ക് ജയിക്കാമായിരുന്നിട്ടും അവൾ രാജാവിനെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്നില്ല. താൻ മത്സരിക്കുന്നത് ആരോടാണ് എന്നും എന്തിനു വേണ്ടിയാണ് എന്നും ദയയ്ക്ക് വളരെ കൃത്യമായി അറിയാം. ആരോട് ഏതു തരത്തിൽ പെരുമാറണമെന്നും നന്നായി അറിയാവുന്ന ആളാണ് ദയ. ഒരു യുദ്ധത്തിൽ തോൽക്കുന്നത് രാജാവിൻ്റെ മനസ്സിനെ സാരമായി ബാധിക്കണമെന്നില്ല. എന്നാൽ കളിയിൽ തോൽക്കുക, അത് ബുദ്ധി കൊണ്ടുള്ള കളിയിൽ അടിയറവ് പറയുക എന്നത് രാജാവിൻ്റെ ഹൃദയത്തിൽ ഒരു കൈപ്പേറിയ ഓർമ്മയാണ് ജനിപ്പിക്കുക. ആ കൈപ്പേറിയ ഓർമ്മയിൽ രാജാവിനോടൊപ്പം കളിക്കുന്ന തന്നോടുകൂടി ദേഷ്യമാകും. അതുകൊണ്ടാണ് രാജാവിനെ തോൽക്കാൻ അനുവദിക്കാതെയും സ്വയം തോൽക്കാതെയും ദയ സമാസമം എന്ന നിലയിൽ കരുക്കൾ നീക്കിയത്. ദയയുടെ ബുദ്ധിസാമർഥ്യമാണ് ഈ കഥയിലുടനീളം കാണാനാവുക. ഒരാളെ മനസ്സുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്താനുള്ള വൈഭവം ദയയ്ക്കുണ്ട്. അടുത്ത ചോദ്യം. ബുദ്ധിശക്തിയിലും സാമർഥ്യത്തിലും ഭരണനൈപുണിയിലും ലിംഗവ്യത്യാസമില്ലെന്ന് ദയയിലൂടെ മനസ്സിലാക്കിയല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് അവൾക്ക് വേഷപ്പകർച്ച നടത്തേണ്ടി വന്നത്? ഇക്കാലത്തായിരുന്നെങ്കിൽ സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ ദയയ്ക്ക് വേഷം മാറേണ്ടി വരുമായിരുന്നു. വിമർശനാത്മകമായി പരിശോധിക്കുക. കഥയുടെ പശ്ചാത്തലം വളരെ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ആരും പുറത്തിറങ്ങി ആയുധവിദ്യകളൊന്നും പ്രദർശിപ്പിക്കുകയോ തൻ്റെ കഴിവുകൾ തെളിയിക്കാൻ വേദികൾ തിരയുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു
ആയിരുന്നില്ല ദയ. അതുകൊണ്ടാണ് തൻ്റെ മുന്നിൽ വരുന്ന വെല്ലുവിളികളെ അറിവുകൊണ്ടും ബുദ്ധി കൊണ്ടും കീഴ്പ്പെടുത്താൻ അവൾ തയ്യാറാകുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ദയ എന്ന പെൺകുട്ടിക്ക് അത്തരത്തിൽ വേഷം മാറേണ്ട അവസ്ഥ വരുമായിരുന്നില്ല. ആർക്കും തങ്ങൾക്കുള്ള കഴിവുകൾ പ്രദർശിപ്പിക്കുന്നതിലോ തങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ വിനിയോഗിക്കുന്നതിലോ ലിംഗപരമായ വേർതിരിവുകളൊന്നും തന്നെ ഇന്നത്തെ സമൂഹം പിന്തുടരുന്നില്ല. ഭരണരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റ് നിരവധി മേഖലകളിലും ഇന്ന് സ്ത്രീകൾ അവരുടേതായ മികച്ച ഇടപെടൽ കാഴ്ചവെക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് വലിയ സ്വാതന്ത്ര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് അറിവ് നേടുന്നതിനോ അത് പ്രകടിപ്പിക്കുന്നതിനോ ഉള്ള അവസരങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനാലാണ് മന്ത്രിപരീക്ഷയിൽ ഏർപ്പെടാൻ പുരുഷവേഷം തന്നെ സ്വീകരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. പതുക്കെ പതുക്കെ രാജാവിൻ്റെ മുഖത്ത് ആശ്വാസം. പതുക്കെ പതുക്കെ എന്നതിന് പകരം പതുക്കെ പതുക്കെ എന്ന് ചേർത്ത് പറയുമ്പോൾ ഉണ്ടായ ഭാഷാപരമായ പ്രത്യേകത വ്യക്തമാക്കുക. ഇത്തരം കൂടുതൽ പദങ്ങൾ കണ്ടെത്തി വാക്യത്തിൽ ചേർത്ത് അവയുടെ സവിശേഷതകൾ വ്യക്തമാക്കൂ. പതുക്കെ പതുക്കെ എന്ന് പറയുന്നത് ഈ സന്ദർഭത്തിന് അനുയോജ്യമല്ല. വളരെ സാവധാനത്തിൽ എന്ന അർത്ഥമാണ് അങ്ങനെ ചേർക്കുന്നതിൽ നിന്ന് സ്ഫുരിക്കുന്നത്. പതുക്കെ പതുക്കെ എന്ന് പറയുമ്പോൾ സാവധാനമെങ്കിലും കുറച്ചുകൂടെ വേഗത്തിൽ എന്ന അർത്ഥമാണ് ലഭിക്കുന്നത്. ഇവിടെ പാ ഇരട്ടിച്ച് രണ്ടാമത്തെ പതുക്കെയിൽ ഇപ്പ വരുന്നു. മറ്റ് പ്രയോഗങ്ങൾ നോക്കുക. പതുക്കെ പതുക്കെ, പമ്മി പമ്മി, തെന്നി തെന്നി, പതുങ്ങി പതുങ്ങി. ഇവ ഉപയോഗിച്ച് മറ്റ് വാക്യങ്ങൾ നിർമ്മിച്ച് അവയുടെ സവിശേഷതകൾ കണ്ടെത്തൂ. അടുത്ത ചോദ്യം നോക്കൂ. പ്രതിബന്ധങ്ങളെ കരുത്തോടെ നേരിടുന്ന ദയയുടെ ആത്മവിശ്വാസവും കരുത്തും നമ്മൾ കണ്ടല്ലോ. പ്രതിസന്ധികളെ കരുത്തോടെ നേരിട്ട ആളുകൾ നമുക്ക് ചുറ്റും ധാരാളം ഉണ്ടാകും. അത്തരത്തിലുള്ളവരെ കണ്ടെത്തി അഭിമുഖം തയ്യാറാക്കുക. അപ്പോൾ അഭിമുഖം തയ്യാറാക്കുമ്പോൾ ചോദ്യം തയ്യാറാക്കണം. ചോദ്യത്തിൽ വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ വേണം തയ്യാറാക്കാനായി. അവരുടെ കർമ്മമേഖലയെപ്പറ്റി, അത് തിരഞ്ഞെടുക്കാനുള്ള കാരണത്തെപ്പറ്റി, ആ കർമ്മമേഖലയിൽ അവരനുഭവിക്കുന്ന സംതൃപ്തിയെപ്പറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അടുത്ത ചോദ്യം നോക്കൂ. സീൻ 61 പകൽ. വൃത്തങ്ങൾക്കുള്ളിൽ വൃത്തങ്ങൾ പല വർണ്ണങ്ങളിൽ കാഹളം മുഴങ്ങുന്നു. മൈതാനത്തിലേക്ക് വന്ന ദയയ്ക്ക് സേനാപതി വില്ലും ആവനാഴിയും കൊടുക്കുന്നു. മുകളിലും ചുറ്റും ഒക്കെയായി കാഴ്ചക്കാർ. രാജാവ് എഴുന്നള്ളുന്നു. രാജാവ്, രാജ്ഞി, 15കാരി മകൾ. അവർ പീഠങ്ങളിൽ ഇരുന്നപ്പോൾ പിന്നിൽ അംഗരക്ഷകരും ചില ഉപദേശകരും സ്ഥാനം പിടിക്കുന്നു. സേനാപതി ദയയോട് എന്തോ പറയുന്നുണ്ട്. അവൾ തലയാട്ടുന്നു. തിരക്കഥാഭാഗം ശ്രദ്ധിച്ചല്ലോ. ദൃശ്യാവിഷ്കാരത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കണ്ടെത്താനാകുന്നത്. ദൃശ്യവിന്യാസം, സ്ഥലം, സമയം, കഥാപാത്ര സ്വഭാവം, കഥാപാത്രങ്ങളുടെ ചലനം, കഥാപാത്രങ്ങളുടെ സംഭാഷണം, കഥാപാത്രങ്ങളുടെ പേരുകൾ, അതുപോലെ സീൻ നമ്പർ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ? തിരക്കഥയുടെ സവിശേഷതകൾ പരിചയപ്പെട്ടല്ലോ. പ്രതിസന്ധികളിൽ പതറാതെ ആത്മവിശ്വാസത്തോടെ മുന്നേറാമെന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു ഹ്രസ്വചിത്രം തയ്യാറാക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് ഈ സവിശേഷതകളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഒരു ചലച്ചിത്രം, അതായത് ഒരു ഹ്രസ്വചിത്രമാണ്, ഷോർട്ട് ഫിലിം നിർമ്മിക്കാനാണ് പറഞ്ഞേക്കുന്നത്. തിരക്കഥയൊരുക്കി ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് ഹ്രസ്വചിത്ര നിർമ്മാണം പൂർത്തിയാക്കാം. ശേഷം സ്കൂളിൽ ആ ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കാനും പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ട ബ്രോഷർ, സിനോപ്സിസ്, പോസ്റ്റർ, നോട്ടീസ് എന്നിവയൊക്കെ നിങ്ങൾ തയ്യാറാക്കുകയും വേണം. ഇതോടുകൂടി നമ്മളുടെ ദയ എന്ന പാഠം അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കൂ. താങ്ക് യു കൂട്ടുകാരെ.